എന്നാലും പടനിലത്തെ അന്തസ്. എന്തന്തസ്? അതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഞാനിവിടെ ഗിരിയോടിനൊപ്പം ഇരുന്ന് കച്ചവടം ചെയ്യുന്നെന്ന് കരുതി പടനിലത്തിന്റെ അന്തസ്സിന് ഒന്നും സംഭവിക്കാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ കുടുംബമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് വെച്ചു. എല്ലാം ആയി ഗിരിയേട്ടാ. ഒന്നും മറന്നില്ലല്ലോ? എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് തന്നെ. മറന്നുപോയാൽ നീ അവസാനം കൊണ്ട് കൊടുക്കേണ്ടി വരും കേട്ടല്ലോ. എന്തേലും കുറവുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം ഗിരിയേട്ടാ. വണ്ടി എടുത്തു. ഗിരിയേട്ടാ ഇതേ പാറു. എത്രയായി? 100. പാറു ഇതെങ്ങോട്ട് പോവാ? എങ്ങോട്ടല്ല, ഇവിടേക്ക് തന്നെ വന്നതാ. ഞാൻ പറഞ്ഞില്ലേ പാറു ദ ഫ്ലൈയിങ് സ്ക്വാഡ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിശോധനയ്ക്ക് വരുമെന്ന്. അതുപോലെ വന്നതാന്ന് കൂട്ടിക്കോ. പാറുവിന് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു? ഗിരിയേട്ടനെ കാണാതെ എത്രയെന്ന് വെച്ചാ പാറു വീട്ടിരിക്കുന്നേ അല്ലേ പാറു? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗിരിയേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോ ഞാൻ വീട്ടിലിരുന്ന് സുഖിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ വന്ന് ഗിരിയേട്ടനെ സഹായിക്കാന്ന് കരുതി. അതിന്റെ ഒന്നും ആവശ്യമില്ല. പാറു വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എന്നെ സഹായിക്കാനല്ലേ ഈ കിഴങ്ങ് ഇവിടെ ഉള്ളത്. സോമോട്ടെ സഹായിക്കുന്ന പോലെയാണോ ഞാൻ സഹായിക്കുന്നത്? ഇപ്പൊ എന്തായാലും പാറു പറയുന്നേക്ക് വീട്ടിലേക്കല്ലേ. വെറുതെ എന്തിനാ ഇവിടെ നിന്ന് മുഷിയുന്നത്? അത് മാത്രമല്ല, ഞാനും സോമും കൂടെ ഈ സാധനങ്ങളെല്ലാം പാറുവിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോവാ. ഇനി കുറച്ചു നേരത്തേക്ക് കടയിൽ ഞങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ കട ഇങ്ങനെ തുറന്നിട്ടിട്ട് പോവാണോ? പടനിലത്തേക്ക് പോയാൽ എത്ര ദൂരമുണ്ട്? ഞങ്ങളിപ്പോ അങ്ങ് വരില്ലേ? അല്ല, സാധാരണ എല്ലാ മാസവും 1-ാം തീയതി അല്ലേ ഗിരിയേട്ടൻ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത്? അതാ മാസത്തേക്ക് മുഴുവൻ തികയുകയും ചെയ്യും. ഇന്നിപ്പോ തീയതി 16 ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ മണിയേട്ടൻ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്കുള്ള സാധനം കൊണ്ടുവരണമെന്ന്. ഇതെന്തായാലും ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് വരാം. ചിലപ്പോൾ അവിടെ സാധനങ്ങൾ തീർന്നാണെങ്കിലോ. പാറു ഒരു കാര്യം ചെയ്യും, തിരിച്ചു വീട്ടിലോട്ട് ഇല്ല, ഞങ്ങൾ പോയിട്ട് വരാം. ഗിരിയേട്ടൻ ഈ സാധനങ്ങൾ കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോണ്ട. അതെന്താ ഗിരിയേട്ട ഇപ്പൊ പടനേരത്തെ മരുമനായതുകൊണ്ടാണോ പാറു വേണ്ടെന്ന് പറഞ്ഞേ? അത് മാത്രമല്ല, ഹോം ഡെലിവറി കട മുതലാളി തന്നെ ചെയ്യണ്ട. മുതലാളി ഹോം ഡെലിവറി ചെയ്യണ്ട. അതിനല്ല ഇവിടെ സോമേട്ടനുള്ളത്. ഈ സാധനങ്ങൾ സോമേട്ടൻ കൊണ്ടുപോയി കൊടുത്തോളും അല്ലേ സോമേട്ട? പിന്നെന്താ, ഇതെല്ലാം ഞാൻ തന്നെ കൊണ്ടു കൊടുത്തേക്കാം. പാറു പറഞ്ഞാ മതി. മുതലാളി കടയിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. ഇനി മുതൽ ഗിരി മുതലാളി ഉത്തരവാദിത്വത്തോടെ കടയിലിരുന്നാ മതി. ഓക്കെ? അതാണ്. എന്നാ പിന്നെ നിങ്ങൾ സാധനം കൊണ്ട് കൊടുത്തിട്ടോ. എന്നാ വണ്ടി എടുത്തോ. ശരി ചേട്ടാ. വിട്ടോ ചേട്ടാ പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി ചേട്ടാ. അപ്പൊ ശരി, പോയിട്ട് വരാം. എല്ലാം ഞാൻ ഏറ്റു ചേട്ടാ. പകർത്തോട്ടോ. മുതലാളി ഹോം ഡെലിവറി ചെയ്യണ്ടെന്ന് പാറു പറഞ്ഞു. എന്റെ മുതലാളി അതനുസരിച്ചു. ഇനി മുതൽ മാസാമാസം ഞാനായിരിക്കും ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നത്. കുടുംബം തുലയ്ക്കാൻ വേണ്ടി വന്ന സന്തതി ഇവള് എന്റെ മോളായിട്ട് തന്നെ ജനിച്ചല്ലോ. കൊല്ലണം അവളെ. മുതലാളി ഈ സാധനമൊക്കെ എടുത്ത് അകത്ത് വെക്കട്ടെ? കൊണ്ടുവയ്ക്ക്, സൂക്ഷിച്ചു കൊണ്ടുപോയി വെക്കേ. ശരി മുതലാളി. മണിയേട്ടാ ഒന്ന് സഹായിക്കോ? സഹായിച്ചു കൊടുക്ക്. ചേട്ടാ ഇതൊക്കെ ഒന്ന് എടുക്കോ.
എത്രയായി? 50 രൂപ. ദാ, ഗിരിയേട്ടാ, ഈ ഉരുളക്കിഴങ്ങിന് എത്ര രൂപയാ? 34, അപ്പൊ ഈ ചെറിയുള്ളിയോ? 85, സവാള? 36. അപ്പൊ മരച്ചീനിയോ? അതൊരു 30, 32, ബീട്രൂട്ട്? 60. ഇതൊക്കെ എങ്ങനെ ഓർമ്മയിൽ വെക്കുന്നേ? ശീലമായില്ലേ? അതൊക്കെ ശീലമായതുകൊണ്ടാ. ഇതിന് 5 രൂപ. പാറു, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. പാറു ഇങ്ങനെ കടയിൽ വന്നിരിക്കുന്നത് ശരിയല്ല. ഞാനിവിടെ വന്നിരുന്ന എന്തോ കുഴപ്പം? അത് വേണ്ട. അമ്മാവന് നാട്ടുകാരൊക്കെ അറിഞ്ഞത് മോശം. എന്ത് മോശം? ഗിരിയേട്ടൻ ഇവിടെ നിയമവിരുദ്ധമായ പ്രവൃത്തികളൊന്നും അല്ലല്ലോ നടത്തുന്നത്. മാന്യമായ കച്ചവടമല്ലേ? എന്നാലും പടനിലത്തെ അന്തസ്. എന്തന്തസ്? അതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഞാനിവിടെ ഗിരിയേട്ടനൊപ്പം ഇരുന്ന് കച്ചവടം ചെയ്യുന്നെന്ന് കരുതി പടനിലത്തിന്റെ അന്തസ്സിന് ഒന്നും സംഭവിക്കാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ കുടുംബമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഇരിക്കപ്പിണ്ടം നടത്തി ബന്ധം മുറിച്ചതല്ലേ. പാറു, അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിലല്ലേ അമ്മാവൻ. അതല്ലാതെ എന്തായാലും ആ കർമ്മം നടന്നല്ലോ. ഇനി ഞാൻ പടനിലത്ത് അംഗമല്ല. അവിടെ അംഗമില്ലാത്ത ഒരാള് ആ കുടുംബത്തെ പറ്റി എന്തിനോർക്കണം? ഗിരിയേട്ടൻ വെറുതെ ചിന്തിച്ച് കാട് കയറണ്ട. പാറു, പാറു ഒരു ഡോക്ടറാണ്. ആയിക്കോട്ടെ, ഡോക്ടർ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന നിയമമുണ്ടോ? പാറുവിനോട് ഞാൻ ഇപ്പൊ എന്താ പറയുക? ആ, ലോഡ് വന്നാ ഞാൻ ഒന്ന് ഇറക്കി വെക്കട്ടെ. ഞാനും വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ ഇറക്കിക്കോളാം. ഞാൻ വരാം. എടാ, പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഉണ്ട് കേട്ടോ. അല്ല, സോമു ഇല്ല കേട്ടോ അവിടെ. അവനെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോയിരിക്കാം. ഗിരിയേട്ടൻ ഞാൻ സഹായിക്കാം. ഓ, ഒന്നും വേണ്ട. അല്ല, ഇപ്പൊ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേർന്നാണോ കട നടത്തുന്നത്? പാറു വെറുതെ വന്നാ? അത് ചുമ്മാ പറയാ. ഇനി മുതൽ ഗിരിയേട്ടനെ സഹായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനും വരും. ആ, അത് നന്നായി. വെയിറ്റ് ലിഫ്റ്റിംഗ്. ഗിരിയേട്ടാ, ഉം. ഞാൻ സഹായിക്കണോ? നിന്നെ കൊണ്ട് താങ്ങൂല മോനെ, നീ മിണ്ടായിരിക്കും. വേണ്ട, എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ജിമ്മിൽ 50-ന്റെ 40-ന്റെ കിലോ. മാരം എടുത്ത് അമ്മാനാടുന്നവനാണ് നീ. അതല്ലേ പറയാൻ വന്നത്. ഇത് കേട്ട് കേട്ട് മടുത്തിയാൻ. ഇനി ഇതിനെ കുറിച്ച് മിണ്ടിപ്പോരുത് കേട്ടല്ലോ. ശരി, മിണ്ടുന്നില്ല. എന്റെ കരുത്തി ഞാൻ ഇവിടെ കാണിച്ചാ പോരെ. എടാ, നടുവുളിക്ക് നീ ഇവിടെ കടന്നു കഴിഞ്ഞാൽ നിന്നെ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോകേണ്ട ഞാനാ. എനിക്കിപ്പോ അതിന് സമയമില്ല. നീ ഇങ്ങോട്ട് മാറിയുന്ന ചേച്ചി, ചേട്ടൻ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ? ഗിരിയേട്ടാ, അവനിങ്ങനെ കളിയാക്കാതെ അവന്റെ കരുത്തൊന്ന് തെളിയിക്കട്ടെ. ഒരവസരം കൊടുക്ക്. ആ, അവൻ ഓർഡർ ഇറക്കട്ടെ. ഇറക്കടാ നീ. പാറു, ഇതൊക്കെ വേണോ? അവന്റെ ഒരു ആഗ്രഹല്ലേ ഉണ്ണി.